നമസ്കാരം. കഴിഞ്ഞ ദിവസം ലോക മാതൃദിനത്തിൽ പ്രശസ്ത ഹോളിവുഡ് താരമായ ആംബർ ഹേർഡ് താൻ ഇരട്ടക്കുട്ടികളുടെ അമ്മയായതായി വെളിപ്പെടുത്തിയിരുന്നു. ഒരാണും ഒരു പെണ്ണുമാണ് തനിക്ക് പുതുതായി മക്കളായി ലഭിച്ചത് എന്നാണ് അവർ പറഞ്ഞത്. അവരുടെ പേരും അവർ വെളിപ്പെടുത്തിയിരുന്നു. ആൺകുട്ടിയുടെ പേര് ഓഷ്യാൻ എന്നും പെൺകുട്ടിയുടെ പേര് ആഗ്നസ് എന്നുമാണ് താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നൊക്കെ തന്നെ അവർ ഈ കുട്ടികളുടെ കാൽപാദങ്ങളുടെ ചിത്രം സഹിതം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഈ കുട്ടികളുടെ അച്ഛനാര് എന്ന കാര്യം മാത്രം അവർ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നില്ല. കാരണം ഇവർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിവാഹമോചിതയായിരുന്നു. ഹോളിവുഡിലെ തന്നെ പ്രശസ്തനായ ജോണി ഡെപ്പുമായിട്ടുള്ള ഇവരുടെ വിവാഹം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പിരിയലിൽ എത്തിയിരുന്നു. അന്ന് ഇരുവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ നിയമയുദ്ധങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. പിന്നെ ആരാണ് ഈ കുട്ടിയുടെ അച്ഛൻ എന്ന് തിരക്കുമ്പോൾ വിവാഹമോചനത്തിന് ശേഷം അവർക്ക് നിരവധി കാമുകന്മാരുണ്ടായിരുന്നു. ഇവരിൽ പ്രധാനി മറ്റാരുമല്ല, ലോക കോടീശ്വരനായ ഇലോൺ മസ്ക് തന്നെയാണ്. ഇലോൺ മസ്ക് തന്നെയാണ് ഈ കുട്ടിയുടെ അച്ഛൻ എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നവരെല്ലാം തന്നെ തറപ്പിച്ച് പറയുന്നത്. ഇതിന് നിരവധി കാരണങ്ങളുണ്ട്. നേരത്തെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു, ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ ഹേർഡ് ഗർഭിണിയാണ് എന്നും അവർ ഗർഭഛിദ്രം നടത്താൻ ആഗ്രഹിച്ചുവെന്നും അത് മസ്ക് സമ്മതിച്ചില്ല എന്നുമൊക്കെ വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇവരുടെ കുടുംബ സുഹൃത്ത് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. എന്നാൽ ഇതിൻ്റെ ആധികാരികത കുറിച്ച് ആർക്കും അന്നും അറിയില്ലായിരുന്നു. പക്ഷേ മസ്കിനെ സംശയിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. കാരണം മസ്ക് ചിന്തിക്കുന്നത് താൻ ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നത് തന്നെ കുട്ടികളെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് എന്നാണ്. അത് തൻ്റെ ജന്മദൗത്യമാണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിന് 14 മക്കളാണുള്ളത്. 4 സ്ത്രീകളായിട്ടാണ് അദ്ദേഹത്തിന് 14 മക്കളുള്ളത്. ഈ വർഷം ആദ്യമാണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇലോൺ മസ്ക് തന്നെ ആയിരിക്കാനാണ് സാധ്യത ഈ കുട്ടികളുടെ പിതാവ് എന്ന നിഗമനത്തിൽ തന്നെയാണ് നമുക്കും എത്തേണ്ടത്. ഇലോൺ മസ്കിൻ്റെ സഹോദരൻ വെളിപ്പെടുത്തുന്നത് ഹേർഡിൻ്റെ സൗന്ദര്യത്തിൽ മസ്ക് വല്ലാതെ ആകർഷണനായി പോയി എന്നുള്ളതാണ്. ഇവരുടെ പ്രണയത്തിൻ്റെ പേരിൽ ഹേർഡിൻ്റെ മുൻ ഭർത്താവ് ജോണി ഡെപ്പും ആയി മസ്ക് ഒരിക്കൽ വാക്കേറ്റം നടന്നു എന്നും ജോണി ഡെപ്പ് മസ്കിനെ ഭീഷണിപ്പെടുത്തി അതിന് ജനേന്ദ്രിയം ഛേദിക്കുമെന്നും മറ്റും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഏതായാലും ഇലോൺ മസ്ക് ആകട്ടെ ഇതേക്കുറിച്ചൊന്നും തന്നെ ഒന്നും പറയുന്നില്ല. പക്ഷേ സാധ്യതകൾ വിരൽ ചൂണ്ടുന്നത് ഇതിലേക്ക് തന്നെയാണ്. ഇലോൺ മസ്ക് തന്നെ ആയിരിക്കാം ഈ ഇരട്ടക്കുട്ടികളുടെയും അച്ഛൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇലോൺ മസ്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ 16 കുട്ടികളുടെ അച്ഛൻ എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. നിലവിൽ അദ്ദേഹം 14 കുട്ടികളുടെ അച്ഛനാണ്. ഈ 2 കുട്ടികൾ ഇരട്ടക്കുട്ടികളോട് ചേരുമ്പോൾ 16 കുട്ടികളുടെ അച്ഛനായി അദ്ദേഹം മാറും. എന്നാൽ ആംബർ ഹേർഡ് ആകട്ടെ ഇതേക്കുറിച്ച് ഇനിയും യാതൊന്നും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിചിത്രമായ കാര്യം. എന്നാൽ ഇലോൺ മസ്ക് പലപ്പോഴും പറയാറുള്ളത് ലോകത്തെ സ്ത്രീകളെല്ലാം തന്നെ പരമാവധി പ്രസവിക്കണമെന്നും പ്രസവിക്കാൻ അവർക്ക് അത്ര സൗകര്യമില്ലെങ്കിൽ മറ്റുള്ള ഈ സരോഗേറ്റ് ഹോം എന്നറിയപ്പെടുന്ന മറ്റ് സ്ത്രീകൾക്ക് വേണ്ടി പ്രസവിക്കാൻ തയ്യാറായിട്ടുള്ള ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കുന്ന ആളുകളെ സമീപിച്ചെങ്കിലും കൂടുതൽ കുട്ടികളെ സൃഷ്ടിക്കണമെന്നാണ്. എന്നാൽ മാത്രമേ ലോകം നേരെ പോവുകയുള്ളൂ എന്നാണ് മസ്ക് വിശ്വസിക്കുന്നത്. ആംബർ ഹേർഡും ഭർത്താവുമായുള്ള നിയമയുദ്ധം വളരെ കാലം നീണ്ടു നിന്നിരുന്നു. അത് ലോക ശ്രദ്ധ തന്നെ പിടിച്ചു പറ്റിയതായിരുന്നു. ഇരുവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കുകയും അതിന് ഇവർ 2 പേർക്കും നഷ്ടപരിഹാരം കോടതി വിധിക്കുന്ന ഒരവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും തന്നെ മസ്കിന് ഇവരുമായി ബന്ധമില്ലായിരുന്നു എന്നാണ് മസ്ക് പിന്നീട് പലതവണ പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ വൈവാഹിക ജീവിതത്തിനിടയിൽ ഒരിക്കലും താൻ കടന്നു നിന്നിട്ടില്ല എന്നും അവർ വിവാഹമോചിതയായതിനു ശേഷം മാത്രമാണ് താൻ ആംബർ ഹേർഡുമായുള്ള ബന്ധം സ്ഥാപിച്ചത് എന്നുമാണ് മസ്ക് പറയുന്നത്. എന്നാൽ മറ്റു പലരും ആരോപിക്കുന്നത് നേരെ തിരിച്ചാണ്. പലപ്പോഴും ഇലോൺ മസ്ക് ഹേർഡിനെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിൽ വരുമായിരുന്നു എന്നാണ്. മാത്രമല്ല ഹേർഡിൻ്റെ മറ്റൊരു സ്ത്രീ സുഹൃത്തുമായും ഒക്കെ തന്നെ ഇയാൾ ബന്ധപ്പെട്ടിരുന്നു എന്നാണ് അന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നത്. എന്നാൽ മസ്ക് ആകട്ടെ അന്ന് ഇന്നും തന്നെ ഇക്കാര്യത്തിൽ തികഞ്ഞ നിശബ്ദതയാണ് പാലിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹേർഡ് ഇപ്പോൾ ജീവിക്കുന്നത് സ്പെയിനിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അവർ സ്പാനിഷ് വംശജയാണ്. പിന്നീട് അമേരിക്കയിൽ താമസിക്കാൻ എത്തിയതാണ്. സ്പാനിഷ് ഭാഷ വളരെ മനോഹരമായി തന്നെ അവർ സംസാരിക്കുമെന്നും പലരും പറയുന്നുണ്ട്. ഏതായാലും സമൂഹ മാധ്യമങ്ങളെല്ലാം കൂടെ ചേർന്ന് തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു ഈ കുട്ടികളുടെ അച്ഛൻ ഇലോൺ മസ്ക് തന്നെയാണെന്ന്. കാരണം അവരെല്ലാം നിരത്തുന്നത് സാഹചര്യ തെളിവുകളും ഇലോൺ മസ്കിൻ്റെ ജീവിതത്തോടുള്ള വീക്ഷണവും എത്രത്തോളം കുട്ടികളെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമോ അത്രത്തോളം നല്ലത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാടുമൊക്കെ തന്നെയാണ് ഒരുപക്ഷെ ഇതിലേക്കും വിരലിച്ചു കൊണ്ടുവരുന്നത്. എന്നാൽ ഹേർഡ് ആകട്ടെ ഇനിയും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല.